السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. അർഹമുർ-റഹീമായ അള്ളാഹു ഇന്നത്തെ പ്രഭാതം ഏറ്റവും സന്തോഷകരമാക്കി തരട്ടെ. ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾക്ക് അള്ളാഹു നാം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകളൊക്കെ കാരണമാക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. ഭാര്യ ഭർത്താക്കൾക്കിടയിലുള്ള ജീവിത ചിട്ടകളെക്കുറിച്ചും അവരുടെ പെരുമാറ്റ ചട്ടങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞു വന്നത്. അതിന്റെ ബാക്കി ഒരൽപ്പം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا طلقتم النساء فبلغن أجلهن فأمسكوهن بمعروف أو سرحوهن بمعروف ولا تمسكوهن ضرارا لتعتدوا ومن يفعل ذلك فقد ظلم نفسه ولا تتخذوا آيات الله هزوا واذكروا نعمة الله عليكم وما أنزل عليكم من الكتاب والحكمة يعظكم به واتقوا الله واعلموا أن الله بكل شيء عليم. وإذا طلقتم النساء, അങ്ങനെ സ്ത്രീകളെ നിങ്ങൾ ത്വലാഖ് ചൊല്ലി അവരുമായിട്ട് പിരിയേണ്ട അനിവാര്യ ഘട്ടം നിങ്ങൾക്ക് വന്നു, നിങ്ങൾ അവരെ ഒഴിവാക്കി. ഫബലഗ്ന അജലഹുന്ന, അവർക്ക് നിശ്ചയിക്കപ്പെട്ടതായ അവധിയുണ്ട്, അത് ഇദ്ദയുടെ കാലഘട്ടമാണ്, കാത്തിരിക്കേണ്ട സമയം. അതിനെ ആ സ്ത്രീകൾ എത്തിക്കുകയും ചെയ്തു. എന്നാൽ അംസിക്കൂഹുന്ന, ഇനി രണ്ട് കാര്യം. ഒരുപക്ഷെ അവരെ നിങ്ങൾ ഭർത്താക്കളോടാണ്. അംസിക്കൂഹുന്ന, അവരെ നിങ്ങൾ മുറുകെ പിടിക്കൂ, ബി മഅറൂഫിൻ, ദീനിൽ അറിയപ്പെട്ടതായ ആ നല്ല രൂപത്തിൽ. ഔ സരിഹുഹുന്ന, അല്ലെങ്കിൽ അവരെ നിങ്ങൾ വിട്ടയക്കൂ, ബി മഅറൂഫിൻ, നല്ല രൂപത്തിൽ. ഈ പറഞ്ഞതിന്റെ അർത്ഥം, സ്ത്രീയെ ഇവൻ ത്വലാഖ് ചൊല്ലി, അവളുടെ ഇദ്ദ ഇതാ തീർന്നിരിക്കുന്നു എന്ന് തീരാൻ പോകുന്നു, ഇപ്പോൾ മാത്രമേ ഇനി നിങ്ങൾക്ക് ചിന്തിക്കാൻ സമയമുള്ളൂ. രണ്ടാലൊരു കാര്യം ഉടനെ തീരുമാനിക്കണം. എന്താ? ഇവളെ നല്ല നിലയ്ക്ക് ഇവന്റെ ഭാര്യാപദത്തിൽ തന്നെ നിലനിർത്തണോ, അതല്ല നല്ല നിലയ്ക്ക് വിട്ടയക്കണോ, രണ്ടും ഇപ്പോൾ തീരുമാനിക്കണം. എന്നിട്ട് അതിൽ നിന്ന് ഏതാണ് ഉത്തമമെന്ന് അവന് ബോധ്യപ്പെടുന്നത് അതനുസരിച്ച് അവന് ചെയ്യാം. ഏതായിരുന്നാലും ഒരു കാര്യം തീർത്തു പറയട്ടെ. വലാ തുംസിക്കൂഹുന്ന, സ്ത്രീകളെ നിങ്ങൾ പിടിച്ചു വെക്കരുത്, ളിറാറൻ, ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ഭാര്യാപദത്തിലേക്ക് കൊണ്ടുവരുന്നു, എന്നിട്ട് അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി തീർക്കുന്നു. ഇങ്ങനെയുള്ള ഒരു കുടുങ്ങിയ ജീവിതത്തിലേക്ക് അവളെ നിങ്ങൾ കൊണ്ടുവരരുത്. ലിതഅതദു, അത് അക്രമമാകുന്നു, അക്രമം ചെയ്യാൻ വേണ്ടി, പരിധി വിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യരുത്. വമൻ യഫ്അൽ ദാലിക, ഇങ്ങനെ ഒരുത്തൻ ചെയ്താൽ, ഫഖദ് ളലമ നഫ്സഹു, അവന്റെ സ്വന്തം നഫ്സിനെയാണ് അവൻ ആക്രമിച്ചത്. എന്ന് വെച്ചാൽ ഈ ചെയ്യുന്നത് ഒരു മഹാപാപമാണ്. നിങ്ങളുടെ കീഴിലുള്ളവരെ പീഡിപ്പിക്കുക, അവരെ ബുദ്ധിമുട്ടിക്കുക, അവർക്ക് അസ്വാതന്ത്ര്യം ഉണ്ടാക്കുക, അവരെ ഇടങ്ങറാക്കാനായിട്ട് ജീവിക്കുക, ഇതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതും അതിന് ശിക്ഷ ലഭിക്കുന്നതുമാണ്. അപ്പൊ ഇതിന്റെ പേരിൽ ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അവളോടാ ചെയ്യുന്ന കടുങ്കൈ നിങ്ങളുടെ സ്വന്തം നഫ്സിനോട് ചെയ്യുന്ന അക്രമമാകുന്നു. ഈ പറയുന്നതൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ അടങ്ങിയ ആയാത്തുകളാണ്. അതുകൊണ്ട് വലാ തത്തഖിദു ആയാത്തില്ലാഹി, അള്ളാഹുവിന്റെ ആയാത്തുകളെ നിങ്ങൾ ആക്കരുത്, ഹുസുവൻ, പരിഹാസ വസ്തുവാക്കരുത്. അള്ളാഹു നിങ്ങളോട് നിർദ്ദേശിക്കുന്നതിനെ കേട്ട് അതിനനുസരിച്ച് നിങ്ങൾ ജീവിക്കണം, ജീവിതം ചിട്ടപ്പെടുത്തണം. അത് ഒരു പരിഹാസ വസ്തു, നിസാര വസ്തുവാക്കി തള്ളരുത്. വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങളുടെ മേൽ ചെയ്ത അനുഗ്രഹത്തെ നിങ്ങൾ സ്മരിക്കണം. അവളെ നിങ്ങളുടെ കീഴിലാക്കി തന്നത് അള്ളാഹു ചെയ്തൊരു നിഅമത്തല്ലേ. അവൾക്ക് അവളുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കാൻ, അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ, അവൾക്ക് പാർപ്പിടം കൊടുക്കാനൊക്കെ നിങ്ങൾക്ക് ഇന്ന് കഴിയുന്നുവെങ്കിൽ ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹമാണ്, നിങ്ങൾ അത് ഓർത്തുകൊള്ളണം. വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങളുടെ മേൽ ചെയ്ത അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുകയും വേണം. വമാ അൻസല അലൈക്കും, അള്ളാഹു നിങ്ങളുടെ മേൽ ഇറക്കിയതിനെയും ഓർക്കണം, സ്മരിക്കണം. മിനൽ കിതാബി, അതെന്താ? അള്ളാഹു നിങ്ങളെ ഉപദേശിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ട് കിതാബിനെ നൽകിയിട്ടുണ്ട്. ആ കിതാബിനെ കുറിച്ച് നിങ്ങൾ സ്മരിക്കണം. വൽ ഹിക്മത്തി, അവന്റെ ഹുക്കുമുകളെ, വിധിവിലക്കുകളെയും നിങ്ങൾ സ്മരിക്കണം.
യഅലുക്കും ബിഹി, ഇതുകൊണ്ടെല്ലാം അള്ളാഹു നിങ്ങളോട് ഉപദേശിക്കുന്നു. ആ ഉപദേശിക്കുന്ന ഉപദേശ നിർദ്ദേശങ്ങളെ നിങ്ങൾ സ്മരിക്കണം. വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് അവനെ സൂക്ഷിച്ചുകൊണ്ടാവണം ജീവിതം. വഅലമു, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, തീർച്ച അള്ളാഹു തആല എല്ലാ കാര്യങ്ങളെ കൊണ്ടും അറിയുന്നവനാകുന്നു. അവന്റെ അറിവിൽ നിന്ന് പുറത്തുപോയ യാതൊരു കാര്യവുമില്ല. അപ്പോൾ അവളെ നിങ്ങൾ ഒഴിവാക്കിയതും അവളെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നതും, ആ തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം നേരത്തെ ഉണ്ടായതിന് പകരം വീട്ടലാണ്, അവളെ ബുദ്ധിമുട്ടിക്കലാണെങ്കിൽ അതും, അല്ല നല്ല ഉദ്ദേശത്തോടു കൂടെയാണെങ്കിൽ അതും എല്ലാം അല്ലാഹു അറിയുന്നുണ്ട്. ഇക്കാര്യം വഅലമു, നിങ്ങൾ അറിഞ്ഞേ പറ്റൂ. ഇനി രക്ഷിതാക്കളോടായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. وَإِذَا طَلَّقْتُمُ النِّسَاءَ فَبَلَغْنَ أَجَلَهُنَّ فَلَا تَعْضُلُوهُنَّ أَن يَنكِحْنَ أَزْوَاجَهُنَّ إِذَا تَرَاضَوْا بَيْنَهُم بِالْمَعْرُوفِ ذَلِكَ يُوعَظُ بِهِ مَن كَانَ مِنكُمْ يُؤْمِنُ بِاللَّهِ وَالْيَوْمِ الْآخِرِ ذَلِكُمْ أَزْكَىٰ لَكُمْ وَأَطْهَرُ وَاللَّهُ يَعْلَمُ وَأَنْتُمْ لَا تَعْلَمُونَ. വൈദാ ത്വല്ലഖ്തുമുൻ നിസാ, ഓ പുരുഷന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ത്വലാഖ് ചൊല്ലി ഒഴിവാക്കി. ഫബലഗ്ന അജലഹുന്ന, അവർ അവരുടെ ഇദ്ദ കാലഘട്ടത്തെ കാത്തിരിക്കേണ്ട സമയത്ത് എത്തിക്കുകയും ചെയ്തു. ഇനി രാജാത്തുക്കി എന്ന് പറഞ്ഞ് തിരിച്ചെടുക്കാനുള്ള സമയമല്ല, അതിന്റെ സമയം കഴിഞ്ഞു. ഫലാ തഅലുലൂഹുന്ന, എന്നാൽ രക്ഷിതാക്കളോടാ പറയുന്നത്, നിങ്ങൾ ആ സ്ത്രീകളെ മുടക്കരുത്. ഐ യൻകിഹ്ന, അവർ സ്വീകരിക്കുന്നതിന്, നിക്കാഹ് ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്, അസ്വാജഹുന്ന, അവരുടെ പഴയ ഭർത്താക്കളെ. അപ്പൊ നേരത്തെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട്, ആ ത്വലാഖ് ചൊല്ലിയതിന് ശേഷം അതിന്റെ ഇദ്ദയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി റാജാത്തു എന്ന് പറഞ്ഞിട്ട് തിരിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ ഇവളുടെ രക്ഷിതാവ് ഇവന് കെട്ടിച്ചു കൊടുത്താലേ ഇവൾ അവന്റെ ഭാര്യയായി തീരും. അപ്പൊ അതിന് നോക്കുമ്പോ രക്ഷിതാക്കൾ തടസ്സം. ഇവർ തമ്മിലോ അവർ ഒത്തുപോകാന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മുമ്പുണ്ടായ ജീവിതത്തിലെ പാളിച്ചകളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് പരിഹരിച്ചുകൊണ്ട് നീങ്ങാമെന്ന് ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിന് വഴിപ്പെടാതെ രക്ഷിതാക്കൾ അതിന് വിലങ്ങ് തടിയാകുക, ഇത് ദോഷം ചെയ്യും. ഫലാ തഅലുലൂഹുന്ന, രക്ഷിതാക്കളെ, ആ സ്ത്രീകളെ നിങ്ങൾ തടയരുത്. ആ യൻകിഹ്ന, അവർ വിവാഹത്തിൽ ഏർപ്പെടുന്നതിനെ തൊട്ട് അസ്വാജഹുന്ന, അവരുടെ പഴയ ഭർത്താക്കളുമായിട്ട്. ഇദാ തറാലോ ബൈനഹും, അവർക്കിടയിൽ അവർ പൊരുത്തപ്പെട്ടാൽ, തൃപ്തിപ്പെട്ടാൽ, ബിൽ മഅറൂഫി, അറിയപ്പെട്ടതായ നന്മകൾ കൊണ്ട്. അപ്പൊ ഇനി ഇവിടെ മുതൽ കഴിഞ്ഞ കാലത്തെ ജീവിതത്തിലെ പാളിച്ചകളൊക്കെ മനസ്സിലാക്കിയിട്ട് ഗുണകരമായിട്ട് നീങ്ങണം എന്നവർ തീരുമാനിക്കുകയും അവർ പരസ്പരം പൊരുത്തപ്പെടുകയും ചെയ്തു. ഇങ്ങനെ വന്നാൽ പിന്നെ ഈ സ്ത്രീകളുടെ രക്ഷിതാക്കൾ ഇടപെട്ടിട്ട് അത് മുടക്കാൻ നിൽക്കരുത്. ദാലിക്കായി പറയപ്പെടുന്നത്, യുഅലു ബിഹി, ഇതുകൊണ്ട് ഉപദേശിക്കപ്പെടുന്നു, മൻകാന മിൻകും, നിങ്ങളിൽ നിന്ന്, യുഅ്മിനു ബില്ലാഹി, അള്ളാഹുവെ കൊണ്ട് വിശ്വസിക്കുന്നവരോടാണ് ഉപദേശം. അള്ളാഹുവിനെ മനസ്സറിഞ്ഞ് വിശ്വസിക്കുന്നവരോടാണ് ഉപദേശം. വൽ യൗമിൽ ആഖിരി, അന്ത്യനാൾ കൊണ്ടും. കാരണം ഈ ഭർത്താക്കളിലേക്ക് മടങ്ങാൻ ഈ പെണ്ണ് ആഗ്രഹിക്കുന്നു, ഈ പെണ്ണിലേക്ക് മടങ്ങാൻ ഈ പഴയ ഭർത്താവും ആഗ്രഹിക്കുന്നു. നിങ്ങൾ രക്ഷിതാക്കൾ, കുടുംബം അതിന് തടസ്സമായിട്ട് നിന്നാൽ, ഇവരുടെ മാനസികമായ നില അനുസരിച്ച് അവർ വല്ല തെറ്റോ കുറ്റമോ ഒരു നോട്ടമോ നോക്കിപ്പോയാൽ ഇതൊക്കെ ഈ രക്ഷിതാവിനല്ലേ ബാധിക്കുക. അപ്പോ അള്ളാഹുവെ കൊണ്ടും യൗമുൽ ഖിയാമ കൊണ്ടും വിശ്വസിക്കുന്ന ഈ രക്ഷിതാക്കളോടാണ് ഈ പറയപ്പെടുന്ന ഉപദേശം. ദാലിക്കും, ഈ പറയപ്പെട്ടത്, അസ്കാലക്കും, നിങ്ങളെ ഏറ്റവും വളർത്തുന്നതാകുന്നു, അത്ഹറു, ഏറ്റവും ശുദ്ധിയാക്കുന്നതുമാകുന്നു. ഇത് ജീവിത വിശുദ്ധി ഉണ്ടാക്കുന്ന കാര്യമാകുന്നു. ഇത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അശുദ്ധിയാണ് ഉണ്ടാവുക. വല്ലാഹു യഅലമു, അള്ളാഹു അറിയും. വഅൻതും ലാ തഅലമൂൻ, ഇതിന്റെ അന്ത്യം എങ്ങനെയെന്ന് അള്ളാഹു അറിയും, നിങ്ങളതറിയില്ല. അതുകൊണ്ട് അള്ളാഹു നിർദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, അതിന് വിധേയപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. അതിനനുസരിച്ചാണ് നിങ്ങൾ പാകപ്പെടേണ്ടത്, തീരുമാനിക്കേണ്ടത്, നടപ്പാക്കേണ്ടത് എന്നല്ലാതെ നിങ്ങൾക്ക് തിരിഞ്ഞതനുസരിച്ച് അങ്ങനെ തടസ്സം നിന്നുകൊണ്ട് അവരെ രണ്ടാക്കുകയല്ല, ഒന്നാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഇനി ഇവരുടെ വിവാഹ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ഒരു സന്താനം ജനിച്ചു. എന്നാൽ അവരെ വളർത്തുന്നതിലും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലും പ്രാഥമികമായിട്ട് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. വൽവാലിദാതു യുർളിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ ലിമൻ അറാദ അൻ യുതിമ്മ റളാഅ
وعلى المولود له رزقهن وكسوتهن بالمعروف لا تكلف نفس إلا وسعها لا تضار والدة بولدها ولا مولود له بولده وعلى الوارث مثل ذلك فإن أرادا فصالا عن تراض منهما وتشاور فلا جناح عليهما وإن أردتم أن تسترضعوا أولادكم فلا جناح عليكم إذا سلمتم ما آتيتم بالمعروف واتقوا الله واعلموا أن الله بما تعملون بصير. വൽവാലിദാത്തു ഉമ്മമാര് യുർളിഅന അവർ മുലകൊടുക്കണം ഔലാദഹുന്ന അവരുടെ സന്തതികൾക്ക് ഹൗലൈനി കാമിലൈനി പരിപൂർണമായ 2 വർഷം. ഈ പറഞ്ഞത് ലിമൻ അറാദ ഉദ്ദേശിക്കുന്നവനാകുന്നു ആ യുത്തിമ്മ അവൻ പരിപൂർണമാക്കണമെന്ന് ആ റളാത്ത മുലകുടിയെ. അപ്പൊ കുഞ്ഞിന് മുല കൊടുക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത് അവളുടെ ആ കുട്ടിയുടെ ഉമ്മ തന്നെയാണ്. കൊടുക്കുന്ന സമയത്തിൽ നിന്ന് പരമാവധി 2 കൊല്ലമാകുന്നു, അതിന്റെ അപ്പുറം കൊടുക്കരുത്. അതാണ് പറഞ്ഞത് ലിമൻ അറാദ യുത്തിമ്മ റളാത്ത മുലകുടി പ്രായം പരിപൂർണമായിട്ട് ഉപയോഗപ്പെടുത്തണം. എത്രയാണോ കൊടുക്കാൻ അനുവാദമുള്ളത് അത്രയും കൊടുക്കണമെന്ന തീരുമാനമാണെങ്കിൽ 2 കൊല്ലമാണ് കൊടുക്കേണ്ടത്. വഅലൽ മൗലൂദി ലഹു ഈ കുഞ്ഞിനെ ആർക്ക് വേണ്ടി പ്രസവിക്കപ്പെട്ടു? അത് പിതാവാണ്. പിതാവിന് വേണ്ടിയിട്ടാണ് ഉമ്മ പ്രസവിച്ചിട്ടുള്ളത്. ഈ പിതാവാണ് ഇനി ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നടത്തേണ്ടത്. അതുകൊണ്ട് ആ പിതാവിന്റെ മേലുണ്ട് റിസ്ഖുഹുന്ന ഈ ഉമ്മയുടെ റിസ്ക് ഭക്ഷണം, കിസ്വത്തുഹുന്ന അവളുടെ വസ്ത്രവും, ബിൽ മാറൂഫി ദീനിൽ അറിയപ്പെട്ടതായ നിലയനുസരിച്ച്. ഓരോ പദവികളുണ്ട്. വളരെ സൗകര്യമുള്ള ഭർത്താവാണെങ്കിൽ അയാൾ 2 മുദ്ദാണ് കൊടുക്കേണ്ടത്. അത്ര തന്നെ ഇല്ലാത്തവനാണെങ്കിൽ 1.5 മുദ്ദ്. അതിനേക്കാൾ താഴ്ന്ന സാധു ആണെങ്കിൽ 1 മുദ്ദ്. അതിനൊരു നിയമമുണ്ട്. അതുപോലെ ഒരു കൊല്ലത്തിൽ 2 ഘട്ടങ്ങളിലായിട്ട് വസ്ത്രം നൽകേണ്ടതുണ്ട്. ഇതൊക്കെ നൽകേണ്ടത് ഈ കുട്ടിയുടെ പിതാവായ ഇവളുടെ ഭർത്താവാണ്. അത് നൽകൽ അവന് നിർബന്ധമാണ്. ചുരുക്കം ലാ തുകല്ലഫു നഫ്സുൻ ഒരൊറ്റ ശരീരത്തോടും നിർബന്ധിക്കപ്പെടുന്നില്ല ഇല്ലാ ഉസ്അഹ സാധ്യമായതല്ലാതെ. ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു നിയമം, അടിച്ചമർത്തൽ അതില്ല. ഇവന് കഴിവില്ലെങ്കിലും 2 മുദ്ദ് കൊടുക്കുക തന്നെ വേണം എന്നീ സാധുവിനോട് പറയുമോ? അതില്ല. കുട്ടിയുടെ കാര്യത്തിൽ ഇവൾ ഇങ്ങനെ ചെയ്യണം, ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇവൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭർത്താവ് ഇന്നത് ചെയ്യണം. അതൊക്കെ ഒരു സാധ്യമായതേ കൽപ്പിക്കുന്നുള്ളൂ. ചുരുക്കത്തിൽ ലാ തുളാറ വാലിദത്തുന്നൊരു ഉമ്മയെയും ബുദ്ധിമുട്ടിക്കപ്പെടുകയില്ല ബി വലദിഹ ആ ഉമ്മയുടെ സന്തതി കാരണം കൊണ്ട്. വലാ മൗലൂദുല്ലഹു ആർക്ക് വേണ്ടിയാണോ പ്രസവിക്കപ്പെട്ടത് അത് പിതാവ്. ഒരു പിതാവിനെയും ബുദ്ധിമുട്ടിക്കപ്പെടുകയില്ല ബി വലദിഹി ആ പിതാവിന്റെ കുട്ടി കൊണ്ട്. അപ്പൊ എല്ലാവർക്കും പറ്റുന്ന നിയമങ്ങളെ അള്ളാഹു തരുന്നുള്ളൂ. ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരു കുഞ്ഞ് ജനിച്ചു എന്നതിന്റെ പേരിൽ ഈ ഉമ്മയെ ബുദ്ധിമുട്ടിക്കപ്പെടുകയോ ഈ കുഞ്ഞിന്റെ ബാപ്പയായി എന്നതിന്റെ പേരിൽ ഈ പിതാവിനെ അടിച്ചമർത്തപ്പെടുകയോ ഇത് രണ്ടുമില്ല. ഇനി പിതാവ് മരണപ്പെട്ടു പോയി എങ്കിൽ ഈ ഉമ്മക്ക് കിട്ടേണ്ടുന്ന ചിലവ് ആരിൽ നിന്ന് കിട്ടും? വഅലൽ വാരിസി അനന്തരാവകാശിയുടെ മേലുണ്ട് മിസ്ലു ദാലിക ഈ പറയപ്പെട്ട ചെലവ് പോലത്തത്. അപ്പൊ പിതാവ് മരണപ്പെട്ടു പോയി, ഈ കുഞ്ഞിന് നടത്തേണ്ടുന്ന ചെലവുകളുണ്ട്, ഈ ഉമ്മക്ക് നൽകേണ്ടതുണ്ട്. അതൊക്കെ ഈ പിതാവിന്റെ സ്ഥാനത്ത് പിന്നീട് വരുന്ന അനന്തരഗാമികളാണ് നൽകേണ്ടത്. ഫൈനറാദ അപ്പോൾ ഈ മാതാപിതാക്കൾ ഉദ്ദേശിച്ചു ഫിസാലൻ മുലകുടി നിർത്തലിനെ ഉദ്ദേശിച്ചു. അൻ തറാളിൻ മിൻഹുമ അവർ പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ട് തശാവരിൻ കൂടിയാലോചനയുടെ ഫലമായിട്ടും. അപ്പൊ 2 വയസ്സുവരെ പരമാവധി കൊടുക്കാമെന്നാണ് ഇപ്പൊ പറഞ്ഞു വെച്ചത്. അതിന്റെ മുമ്പായിട്ട് നിർത്താൻ ചില കാരണങ്ങൾ ഉണ്ടായി. അതനുസരിച്ച് ഈ മാതാപിതാക്കൾ കൂടിയാലോചിക്കുകയും അവർ പരസ്പരം തൃപ്തിപ്പെടുകയും ചെയ്തുകൊണ്ട് അവർ മുലകുടി നിർത്താമെന്ന് വെച്ചു. അങ്ങനെ ചെയ്താൽ ഫലാ ജുനാഹ അലൈഹിമ അവർ ഇരുവരുടെ മേലും അത് കുറ്റകരമല്ല. ആ എടുക്കുന്ന തീരുമാനം ഈ കുഞ്ഞിനും അവർക്കും അനുകൂലമായ ഒരു തീരുമാനമാണല്ലോ, അതിന് തെറ്റില്ല. വൈൻ അറത്തും ഇനി നിങ്ങൾ ഉദ്ദേശിച്ചു, ഈ പറയുന്നത് ഈ ഭർത്താക്കളോടാണ്. നിങ്ങൾ ഉദ്ദേശിച്ചു അൻ തസ്തർലിഉ ഔലാദക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മറ്റ് സ്ത്രീകൾ മുല കൊടുക്കാം. അപ്പൊ ഇവളല്ല, ഈ ഉമ്മയല്ല, ഉമ്മയല്ലാത്ത മുല കൊടുക്കാൻ പറ്റുന്ന സ്ത്രീകളെ പൗരാണിക കാലത്ത് വാടകക്കെടുക്കലും അവരെ കൊണ്ട് മുല കൊടുപ്പിക്കലും അതിന് കൂലി നൽകലൊക്കെ പതിവുണ്ടായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾക്ക് ഹലീമത്തു സഅദിയ മുല കൊടുത്തിരുന്ന സംഭവം അറിയാലോ.
ഇതുപോലെ നിങ്ങളുടെ സന്താനങ്ങൾക്ക് പുറത്തുനിന്നുള്ള സ്ത്രീകളെ കൊണ്ട് മുല കൊടുപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചാൽ ഫലാ ജുനാഹ അലൈക്കും, അക്കാര്യത്തിൽ നിങ്ങളുടെ മേൽ യാതൊരുവിധ കുഴപ്പവുമില്ല. പക്ഷേ ഇതാ സല്ലംതും, നിങ്ങൾ നൽകിയാൽ, മാ ആതയിത്തും, നിങ്ങൾ നൽകേണ്ടതിന് ബിൽ മാറൂഫി, അതിന്റെ കണക്കനുസരിച്ച്, അതിൻ്റെ ഒരു കൂലിയും ഒക്കെയുണ്ട്. അത് അതിന്റെ കൃത്യമായിട്ട് നൽകണം. ഈ കുഞ്ഞിനെ കൊണ്ട് ആദ്യമായിട്ട് കുടിപ്പിക്കുന്നത് ഒരു പാടില്ലാത്ത, പൊരുത്തമില്ലാത്ത മുലപ്പാലാകരുത്. അപ്പോ അറിയപ്പെട്ടൊരു നിരക്കുണ്ട്, അത് കൊടുത്തുകൊണ്ട് മറ്റൊരാളെ, മറ്റൊരു സ്ത്രീയെ മുല കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതിനോ അവളെ കൊണ്ട് കൊടുപ്പിക്കുന്നതിനോ തെറ്റില്ല. അറിയപ്പെട്ടത് നൽകണം എന്നല്ലാതെ അവളെ പറ്റിക്കലുണ്ടാകാൻ പാടില്ല. വത്തഖുല്ലാഹ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാവണം ഏത് കാര്യവും ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞല്ലോ, കുഞ്ഞിന് മുല കൊടുക്കുന്നത്, അതുപോലെ തന്നെ മുല കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ കൂലിക്ക് വിളിക്കുന്നത്, അവർക്ക് കൊടുക്കേണ്ടത്, ഇങ്ങനെ പുറത്തുനിന്നൊരാളെ വിളിക്കുമ്പോൾ ചെയ്യേണ്ടുന്നതായ മര്യാദകൾ, ഇവള് തന്നെ മുല കൊടുക്കുകയാണെങ്കിൽ പരമാവധി എത്ര കാലം കൊടുക്കേണ്ടത്, ഇതിലുള്ള കൂടിയാലോചന, ഇത്തരം കാര്യങ്ങളിലൊക്കെ അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ടാവണം നിങ്ങൾ നിലപാട് സ്വീകരിക്കുന്നത്. വയലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല ബിമാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്ന സർവ്വ കാര്യങ്ങളെ കൊണ്ടും ബസീറുൻ, അല്ലാഹു കാണുന്നവനാകുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റുള്ളവരുടെ കണ്ണ് വെട്ടിക്കാനും അവരറിയാതെ ചില ചതികളൊക്കെ ചെയ്യാൻ കഴിയും. പക്ഷെ ചതിക്കാൻ കഴിയാത്തൊരു കണ്ണുവിടണ്ട്, അത് അള്ളാഹുവിന്റെ കണ്ണാകുന്നു. അള്ളാഹു നിങ്ങൾ ഈ ചെയ്യുന്ന സർവ്വ കാര്യങ്ങളെ കൊണ്ടും അറിയുന്നവനാകുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞേ പറ്റൂ.